ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. ഇന്ന് നമുക്ക് ഇതേപോലുള്ള മൺചട്ടിയിലും അതുപോലെ തന്നെ ഗ്ലാസ് ജാർ ടെറേറിയവും എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. അന്നേരം നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ലിൻസീസ് ലിങ്കിലേക്ക് ആദ്യമായിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അന്നേരം നമ്മൾ ആദ്യമായി തന്നെ ഈ ടെറേറിയത്തിൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാ ടെറേറിയത്തിലും നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്നത് മോസാണ്, അഥവാ ഇതുപോലുള്ള പായലുകളാണ് ഉപയോഗിക്കുന്നത്. അന്നേരം പായൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കും ഈ മോസ് അത് സാധാരണ നമ്മൾ മറ്റുള്ള ചെടികളെ പോലെ തന്നെ ഒരു ടൈപ്പ് ഓഫ് പ്ലാന്റ് തന്നെയാണ് ഈ പായൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതേപോലെ ടെറേറിയംസും ഗ്ലാസ് ജാർ ടെറേറിയവും ഒക്കെ ഉണ്ടാക്കി നമ്മുടെ വീടിനുള്ളിൽ ടേബിൾ ടോപ്പിൽ വെക്കാൻ വളരെ നല്ലൊരു ഓപ്ഷനാണ്. അതുമാത്രമല്ല, ഈ ടൈപ്പ് പായലിന് അഥവാ ഈ മോസിന് നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ പ്യൂരിഫൈ ചെയ്യാൻ വളരെ നല്ലൊരു കഴിവുണ്ട്. അതുമാത്രമല്ല, ഇത് ഹ്യൂമിഡിറ്റി ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് പ്ലാന്റ് ആണ്. ഇതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ടോക്സിൻസിനെ അബ്സോർബ് ചെയ്യാനുള്ളൊരു കഴിവും നമ്മുടെ ഈ മോസിനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹ്യൂമിഡിറ്റിയെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കഴിവും മോസിനുണ്ട്. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് നമ്മുടെ ഈ മോസിനുണ്ട്. അതേപോലെ തന്നെ ഈ ടെറേറിയംസ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ലാൻഡ്സ്കേപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതുപോലുള്ള മോസ് അഥവാ പായൽ നമുക്ക് വാങ്ങാൻ കിട്ടും. അല്ല എങ്കിൽ നമ്മുടെ വീടിനടുത്തൊക്കെയുള്ള പഴയ ഭിത്തികളിലൊക്കെ നോക്കിയാൽ ഇതുപോലുള്ള പായൽ കിട്ടും. ആ പായലിൽ തന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ചെറിയ ചെറിയ ഫേൺ പ്ലാന്റ്സ് ആണ് അതിൽ ഇതേപോലെ കിളിച്ച് നിൽക്കുന്നത്. ഈ മോസ് വളരെ നല്ല രീതിയിൽ നമുക്ക് ലാൻഡ്സ്കേപ്പ് ഡിസൈൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിവിടെ ഇതേപോലെ ഡിസൈൻ ചെയ്തതിന് ശേഷം അതിലേക്ക് ഇതുപോലത്തെ നമ്മുടെ ഗ്രാസാണ് വെച്ച് കൊടുത്തേക്കുന്നത്. കാരണം എനിക്ക് ആ ഒരു ഗ്രീനിഷ് ഷെയ്ഡ് വേണം. അതുകൊണ്ടാണ് ഞാൻ ഗ്രീൻ കളറിലുള്ള ഗ്രാസ് തന്നെ വെച്ച് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാന്റ്സ് ഇഷ്ടമാണെങ്കിൽ അത് വെച്ച് കൊടുക്കാം. എനിക്ക് നിങ്ങൾക്ക് സ്പൈഡർ പ്ലാന്റ് വെക്കാൻ നല്ലൊരു ഓപ്ഷനാണ്. അതല്ല വേറെ ഏതെങ്കിലും ചെറിയ സിങ്കോണിയം വെക്കാൻ നല്ലതാണ്. ഇഷ്ടമുള്ള പ്ലാന്റ്സ് നമുക്ക് ഇതേപോലെ ലാൻഡ്സ്കേപ്പ് ഡിസൈൻ ചെയ്തതിന് ശേഷം ചെടികൾ വെച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഈ സാധാരണ നമ്മൾ ഇതുപോലുള്ള ടെറേറിയംസ് ഉണ്ടാക്കുമ്പോൾ ഇത് ഞാനൊരു മൺചട്ടിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഇത് ഒരുപാട് നാൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ലാസ്റ്റ് ചെയ്യാൻ നല്ലതാണ്. അത് മാത്രമല്ല, ഈ മൺചട്ടിക്ക് സാധാരണയായിട്ടൊരു തണുപ്പ് നല്ലതുപോലെ നിൽക്കും. അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് നാൾ കേടുകൂടാതെ നല്ല ഭംഗിയായിട്ട് ഹെൽത്തി ആയിട്ട് വളർന്നു വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മൺചട്ടിയിൽ വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മളിതിന് വാട്ടറിങ് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സാധാരണയായിട്ട് ഈ മോസ് വളരെ സെൻസിറ്റീവ് ടു ക്ലോറിനാണ്. അതിന് ക്ലോറിനൊക്കെ ഉള്ള വെള്ളം മാക്സിമം നമ്മളിതിന് മിസ്റ്റ് ചെയ്യരുത്. അഥവാ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ക്ലിയർ ഡിസ്റ്റിൽഡ് വാട്ടർ അല്ലെങ്കിൽ കിണറ്റിൽ നിന്ന് കോരിയ വെള്ളം വേണം നമ്മൾ ഈ മോസിന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. ക്ലോറിൻ കലർന്ന വെള്ളമാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഉണങ്ങിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് വേറൊരു മോസ് ഗാർഡൻ ഒരു എക്സാമ്പിളാണ്, ഒരു മിനിയേച്ചർ ഗാർഡൻ. നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അടുത്തത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഗ്ലാസ് ജാർ ടെറേറിയമാണ്. ഇതൊരു ഗ്ലാസ് ജാർ ടെറേറിയം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ ഒരു ജാറിൻ്റെ അടിയിലായിട്ട് കുറച്ച് പെബിൾസ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഉരുളൻ കല്ലുകൾ ചരലിട്ട് കൊടുക്കുക. അതിന് മുകളിലേക്ക് നമ്മൾ ഉണങ്ങിയ മോസ് ഒരു പാളി വെക്കുക. ഇല്ല എങ്കിൽ ഇതുപോലുള്ള മണ്ണ് വെച്ച് കൊടുക്കുക. ഈ ആദ്യം ഉണങ്ങിയ പായൽ വെക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടും നല്ല മോയ്സ്ചറൊക്കെ നല്ല കറക്റ്റ് അളവിലൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം നമ്മൾ മണ്ണ് അതിന് മുകളിൽ വെച്ച് കൊടുക്കുക. അതിന് മുകളിലായിട്ട് നമ്മൾ ഇതേപോലെ പായൽ വെച്ച് കൊടുക്കുക. പായൽ വെച്ച് നമുക്ക് ഇഷ്ടമുള്ള ലാൻഡ്സ്കേപ്പ് ഡിസൈൻ ചെയ്തെടുക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഇതുപോലെ ഒരു ഫേൺ പ്ലാന്റാണ് വെച്ച് കൊടുക്കുന്നത്. അന്നേരം ഫേൺ പ്ലാന്റൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കുക. അത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച്. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിസൈനാണ്. അതുമല്ല ഇത് കുറേ നാൾ നല്ല ഭംഗിയായിട്ടിരിക്കുകയും ചെയ്യും. ഈ മോസ് എന്ന് പറഞ്ഞാൽ അതുപോലെ ഞാൻ കുറച്ച് പെബിൾസ് കൂടി ഒരു ഭംഗിക്ക് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുഞ്ഞി ഉരുളൻ കല്ലുകൾ ചരലുകൾ ഒക്കെ ഇഷ്ടമുള്ളത് നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റും. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മോസിന് സാധാരണ നമ്മുടെ മറ്റുള്ള പ്ലാന്റിനെ പോലെ റൂട്ട്സ് ഇല്ല. അതിന് പകരമായിട്ടൊരു കൈൻഡ് ഓഫ് റൈസോയിഡ്സ് എന്ന് പറയുന്നൊരു ചെറിയ ഇതാണ് ഉള്ളത്. അതാണ് ഇതിനെ അവിടെ ഭിത്തിയിലോ അല്ലെങ്കിൽ ഈ ടെറേറിയത്തിലോ ഒക്കെ പറ്റിപ്പിടിച്ചു വളരാൻ സഹായിക്കുന്നത്.
അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ള ചെടികളെ പോലെ തന്നെ ഈ നമ്മുടെ മോസിന് വാസ്കുലർ നോൺ വാസ്കുലറാണ്, അതായത് വെസൽസ് ഇല്ല. വാട്ടർ റൂട്ടിൽ നിന്ന് ലീഫിലേക്ക് ക്യാരി ചെയ്യുന്നത് പോലെ മറ്റുള്ള പ്ലാന്റ്സിനെ പോലെ ഒരു ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റം ഇല്ല. അതാണ് മോസിൻ്റെ വേറൊരു പ്രത്യേകത. അതുപോലെ തന്നെ മോസ് വളരെയധികം ഹൈ ഹ്യൂമിഡിറ്റി ഇഷ്ടപ്പെടുന്ന പ്ലാന്റ്സാണ്. അന്നേരം ഇത് നമ്മൾ എങ്ങനെ കെയർ ചെയ്യണമെന്ന് വെച്ചാൽ നല്ല ക്ലിയർ ഡിസ്റ്റിൽഡ് വാട്ടർ നമ്മൾ ഇടയ്ക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമുക്കിത് വീടിനുള്ളിൽ സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. അതായത് നമ്മൾ ഒരുപാട് ഹൈ ടെമ്പറേച്ചർ ചൂട് ബ്രൈറ്റ് സൺലൈറ്റിലൊന്നും കൊണ്ടുവെക്കാതെ കുറച്ച് ഷെയ്ഡുള്ളിടത്ത് വെക്കുകയാണെങ്കിൽ നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ റൂമിലെ ടേബിളിലൊക്കെ വെക്കാൻ വളരെ നല്ല ഒരു അട്രാക്റ്റീവായിട്ടുള്ളൊരു ഗാർഡൻ, മിനിയേച്ചർ ഗാർഡൻ എന്ന് തന്നെ പറയാൻ പറ്റും. ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുണ്ടാക്കി വെക്കാൻ നല്ലൊരു ഇതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ടെക്സ്ചർ, ഗ്രീൻ കളറും ഒക്കെ ആ ടെറേറിയത്തിൻ്റെ അട്രാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടെറേറിയമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. അന്നേരം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ മോസ് അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് പായൽ എവിടെയും വളരും. മോസ് എനിവെയർ ആൻഡ് എവ്രിവെയർ എന്നാണ് പറയുന്നത്. മോസ് ഇഷ്ടമുള്ള എവിടെയും വളരും. അതായത് നല്ല പാറക്കല്ലിലും വളരും, അതുപോലെ തന്നെ തടി കഷ്ണങ്ങളിൽ, ഉണങ്ങിയ തടി കഷ്ണങ്ങളിൽ ഒക്കെ വളരുന്നതാണ് നമ്മുടെ പായൽ. അങ്ങനെ അതിന് പ്രത്യേക സാഹചര്യം ഒന്നും വേണമെന്നില്ല. എനിവെയർ ആൻഡ് എവ്രിവെയർ നമുക്ക് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റാണ് നമ്മുടെ ഈ മോസ്. അന്നേരം താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. സീ യു നെക്സ്റ്റ് വീഡിയോ.